ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജിസ്റ്റechworld. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു 7 മെറ്റീരിയലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ MDF ആണ്. MDF എന്ന് വെച്ചാൽ മൈൽഡ് ഡെൻസിറ്റി ഫൈബർ വുഡ് എന്ന് പറയും. അത് കാണാനും ഭംഗിയാണ്, വളരെ സ്മൂത്തായിരിക്കും. ഇപ്പോൾ ഈ കാർപ്പൻറ്റേഴ്സിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ മുറിക്കാനും എന്ത് ഫോമിലാക്കാനും പറ്റിയൊരു മെറ്റീരിയലാണ് MDF. പക്ഷേ ഇത് നമുക്ക് അധികം ഷട്ടേഴ്സിനെ കൊള്ളുള്ളൂ, കാരണം ഇത് കുറച്ച് ഇൻഫീരിയർ ടൈപ്പാണ്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻറ്റീരിയർ ഓർ കൊമേഴ്ഷ്യൽ ടൈപ്പ്, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ടൈപ്പ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായ വാട്ടർ പ്രൂഫുള്ള ടൈപ്പിലേക്ക് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അങ്ങനെയുള്ള MDF ഉപയോഗിക്കുക. പക്ഷേ ഇത് ഷട്ടർ ഉണ്ടാക്കാനാണ് അധികം ഉപയോഗിക്കുക. അതിനെ പറ്റുള്ളൂ. മറ്റേ ക്യാബിനറ്റ് മേക്കിങ്ങിനൊന്നും ഇത് സാധനം അത്രയ്ക്ക് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. നമ്മൾ ഷട്ടർ മാത്രം ഉപയോഗിക്കാം. പിന്നെ വെള്ളം അധികം റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ രീതിയിലേക്ക് ഉണ്ടാവുള്ളൂ, വെള്ളം പെട്ടെന്ന് പിടിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 mm ആണെങ്കിൽ 18 mm MDF ആണെങ്കിൽ ഒരു 50 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് കിട്ടും. കുറച്ച് ചീപ്പറാണെന്ന് വെച്ചാൽ, അധികം ചീപ്പറല്ല, എന്നാൽ കുറച്ച് ചീപ്പറാണ്. ഈ MDF കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ബെറ്റർ വരുന്നത് HDF എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഹൈ ഡെൻസിറ്റി ഫൈബർ വുഡ് എന്ന് പറയും. ഹൈ ഡെൻസിറ്റി ഫൈബർ വുഡ് നമുക്ക് വേണമെങ്കിൽ ഷട്ടറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാബിനറ്റ് ഉണ്ടാക്കാനും അതിനെല്ലാത്തിനും ഹൈ ഡെൻസിറ്റി ഫൈബർ ഉപയോഗിക്കാം. ഈ ഒരു ഹൈ ഡെൻസിറ്റി ഫൈബറിൻ്റെ ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്. പിന്നെ ഇത് പ്രീമിയം പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതൊരു ടെർമൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫാണ്. അങ്ങനെ പല ഗുണങ്ങളും നമ്മുടെ ഈ HDF എന്നുള്ള ഇതിനുണ്ട്. ഇത് പക്ഷേ ഈ പ്ലൈവുഡിനേക്കാളും ചീപ്പറാണ്. പ്ലൈവുഡിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ MDFനും HDFനും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ സാധനം കളയി പോരും. എന്നുവെച്ചാൽ സ്ക്രൂ ഹോൾഡ് ചെയ്യാനുള്ള ഡെൻസിറ്റി വൈസ് ഇതിന് കുറവായിരുന്നു. HDFനും MDFനും ഒക്കെ പ്ലൈവുഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി വൈസ് കുറവായിരുന്നു, സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് മെറ്റീരിയൽ. മൂന്നാമത്തെ മെറ്റീരിയൽ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്ലൈവുഡ് തന്നെയാണ്. പ്ലൈവുഡാണ് ഏറ്റവും ബെസ്റ്റ്. കിച്ചണിന് ക്യാബിനറ്റ് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലൈവുഡാണ്. പക്ഷേ പ്ലൈവുഡ് സെലക്ട് ചെയ്യുമ്പോൾ 2 ഗ്രേഡ് ഉണ്ടെന്നറിയാലോ. 303 ഗ്രേഡ് ഉണ്ട്, അത് കൊമേഴ്ഷ്യൽ ടൈപ്പാണ്. IS 710 ടൈപ്പ് എന്ന് വെച്ചാൽ മറൈൻ ക്വാളിറ്റിയാണ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ കിച്ചൺ ക്യാബിനറ്റ് എടുക്കുന്ന എല്ലാ പ്ലൈവുഡും IS 710 എന്ന ഗ്രേഡ് മാത്രമേ എടുക്കാവൂ. അതാകുമ്പോൾ പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. അതിനെല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഈ ഇപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമൈറ്റ് ആണ്. കാരണം ഇതിൽ വുഡുള്ള കാരണം നമുക്ക് പ്ലൈവുഡ് ഉണ്ടാക്കണമെന്ന് എങ്ങനെ അറിയാം, പല ഷീറ്റ് ഓഫ് വുഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വുഡുള്ള കാരണം തന്നെ ടെർമൈറ്റ് അറ്റാക്ക് എന്തായാലും കുറേ കാലം കഴിയുമ്പോൾ ഈ സാധനത്തിനുണ്ടാവും. അപ്പോൾ അതങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാധനമാണ് ഈ പ്ലൈവുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 88 തൊട്ട് 150 വരെയൊക്കെ റേറ്റ് ഉണ്ട് സ്ക്വയർ ഫീറ്റിന്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് മാറി മാറി വരും പ്ലൈവുഡിൻ്റെ. സോ പ്ലൈവുഡ് വെച്ചിട്ടാണ് ഏറ്റവും പ്രിഫറബിൾ, ഏറ്റവും നല്ല പ്രോഡക്റ്റും പ്ലൈവുഡ് തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് പ്ലൈവുഡിൽ നമുക്ക് ലാമിനേറ്റ് ചെയ്യാം, പിന്നെ പെയിൻ്റ് അടിക്കാം, അതിനെന്തും ചെയ്യാം. പക്ഷേ നമ്മളൊരു ആശാരി ചെയ്യണേക്കാളും നല്ലത് ഫാക്ടറി കൊണ്ടുപോയി കൊടുത്ത് മെഷീൻ ചെയ്യണമായിരിക്കും. അതിപ്പോൾ സെയിം കേസ് MDF ആയാലും HDF ആയാലും പ്ലൈവുഡ് ആയാലും ഒക്കെ മെഷീനിൽ തന്നെ ലാമിനേറ്റ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ ഏറ്റവും നല്ലത്. സോ ഇത് മൂന്നാമത്തെ പ്രോഡക്റ്റ് ഞാൻ പ്ലൈവുഡ് പറഞ്ഞു. ഇനി നാലാമത്തെ പ്രോഡക്റ്റ് WPC അല്ലെങ്കിൽ PVC ബോർഡ് എന്നൊക്കെ പറയും. WPC എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് പോളിമർ കോമ്പോസിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് പറയും. ഈ ഇതിൽ വുഡ്, ആ മെറ്റീരിയലിൽ വുഡുണ്ട്, കുറച്ച് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ ഉണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെ ക്വാളിറ്റി ആ WPCയിലുണ്ട്. വുഡിൻ്റെ ക്വാളിറ്റി ഉണ്ട്, പോളിമറിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ചില ആൾക്കാർ ഇതിന് PVC എന്ന് പറയാറുണ്ട്. ശരിക്കും ഇത് PVC എന്ന് പറയാൻ പറ്റില്ല, കാരണം PVC എന്ന് പറഞ്ഞാൽ വേറെ ഷീറ്റ് ഉണ്ട്, അതിൽ PVC മാത്രമേ ഉണ്ടാവുള്ളൂ, വുഡ് ഉണ്ടാവില്ല. അതിലേക്ക് വുഡും കൂടെ അടയുമ്പോഴാണ് WPCയുടെ ക്വാളിറ്റിയൊക്കെ വരിക. സോ ഈ WPCക്ക് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, ആൻറ്റി ടെർമൈറ്റ് ആണ്, ടെർമൈറ്റ് അറ്റാക്ക് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ അത്യാവശ്യം വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ സംഭവം. പിന്നെ ഇതിന് നമുക്ക് WPCയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെൻസിറ്റി ഫാക്ടറാണ്. ഇപ്പോൾ WPC ശരിക്കും ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ സിങ്കിൻ്റെ കടിയിലാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാം, ക്യാബിനറ്റായിട്ട് ഉപയോഗിക്കാം, ഷട്ടറായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഡെൻസിറ്റിയാണ്. ഇത് 0.4 തൊട്ട് ഇതിൻ്റെ ഡെൻസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 0.55 to 0.6 വരുന്ന ഡെൻസിറ്റി വരുന്ന WPC ബോർഡാണ് നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടുള്ളൂ, കൂടുതൽ ഡ്യൂറബിളായിട്ട്. കാരണം അതിൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. നമുക്കറിയാലോ, ഏത് മെറ്റീരിയലും ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് നമ്മൾ സ്ക്രൂ കയറ്റുമ്പോൾ അതിന് ശക്തി കൂടിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഊരി പോരില്ല. അപ്പോൾ ഡെൻസിറ്റി കൂടിയ 0.55 to 0.6 WPC വേണം ഉപയോഗിക്കാൻ. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി അതിന് നല്ലതായിരിക്കും ബാക്കി എല്ലാവരെക്കാളും. സോ WPC ഒരു പ്രീമിയം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എലോങ് വിത്ത് പ്ലൈവുഡിനെ പോലെ തന്നെ നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് WPC കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ സിമെൻറ്റ് ബോർഡൊക്കെ ഉപയോഗിക്കാറുണ്ട്. സിമെൻറ്റ് ബോർഡ് സെമി മോഡുലാർ കിച്ചണിലാണ് ഉപയോഗിക്കാറ്. സെമി മോഡുലാർ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ വുഡ് അതിലുണ്ടാവില്ല. അതിൻ്റെ കാലുകൾ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ
ഈ സിമെൻറ്റ് ബോർഡ് വെച്ച് ഉണ്ടാക്കാം. സിമെൻറ്റ് ബോർഡ് വെച്ച് കാലൊക്കെ ഉണ്ടാക്കി എല്ലാം ഇത് തന്നെയായിരിക്കും, സിമെൻറ്റ് ബോർഡ് തന്നെയായിരിക്കും മെയിനായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ സിമെൻറ്റ് ബോർഡ് പക്ഷേ കോസ്റ്റ്ലിയാണ്, പ്ലൈവുഡിനേക്കാളും കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്നാലും ഇതിൽ പറഞ്ഞ വാട്ടർ റെസിസ്റ്റൻ്റാണ്, ടെർമൈറ്റ് അറ്റാക്ക് ഉണ്ടാവില്ല, സ്ട്രെങ്ത് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. പല ഗുണങ്ങൾ കൊണ്ടും സിമെൻറ്റ് ബോർഡും ഉണ്ടാക്കാം, സിമെൻറ്റ് ബോർഡ് വെച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ മാർബിൾ വെച്ച് ചെയ്യാം. ഈ സെമി മോഡുലാർ കിച്ചണെല്ലാം ഈ പറഞ്ഞ പോലെ ഫുൾ വരുന്നത് ഒന്നുകിൽ സിമെൻറ്റ് ബോർഡായിരിക്കും അല്ലെങ്കിൽ മാർബിളായിരിക്കും. അപ്പോൾ ആ സിസ്റ്റം നമുക്കിവിടെ കേരളത്തിൽ അധികം വന്നിട്ടില്ല, എന്നാലും ഉണ്ട്. പക്ഷേ അധികം നോർത്ത് ഇന്ത്യയിലേക്കാണ് ഈ സംഭവം ഉള്ളത്. അത് കഴിഞ്ഞാൽ ഫിനിഷ് നല്ല രസമായിരിക്കും. പിന്നെ ഇതിന് ഡ്യൂറബിലിറ്റി മെയിൻ്റനൻസ് കുറച്ച് കുറവായിരിക്കും. നമ്മുടെ വുഡാണെങ്കിൽ കുറേ കഴിഞ്ഞാൽ എനിവേ ടെർമൈറ്റ് വരും. അപ്പോൾ ഈ ഒരു സിമെൻറ്റ് ബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ മാർബിൾ വെച്ച് ചെയ്യാനാണെങ്കിൽ കുറച്ച് നല്ലത്. അത് ഈ എനിവേ വുഡിനേക്കാളും എക്കണോമിയാണ് ഇത് രണ്ട് ചെയ്യുമ്പോഴും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം പലതുകൊണ്ടും കിച്ചണിലൊക്കെ ഇതൊക്കെയാണ് നല്ലത് ശരിക്കും. നമ്മുടെ കേരളത്തേക്ക് അധികം വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ 7 മെറ്റീരിയലിനെ പറ്റി പറഞ്ഞു. MDF, HDF, പ്ലൈവുഡ്, WPC, പിന്നെ ഈ പറഞ്ഞ പോലെ മാർബിള്, സിമെൻറ്റ് ബോർഡ്. ഒരു മെറ്റീരിയലേ മറന്നുപോയി, ലാസ്റ്റ് ആൻഡ് നോട്ട് ലീസ്റ്റ് പാർട്ടിക്കിൾ ബോർഡ്. പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആണ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ പറഞ്ഞാൽ ഏറ്റവും കുറവെന്ന് വെച്ചാൽ പാർട്ടിക്കിൾ ബോർഡാണ്. അത് നമ്മൾ ഈ അറക്കമില്ലിൽ നിന്ന് തന്നെ അറക്കപ്പൊടിയൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്തുണ്ടാക്കണ നന്നായിട്ട് നല്ല പ്രഷറിൽ പ്രസ് ചെയ്തുണ്ടാക്കണ ഒരു ബോർഡാണത്. അതിന് ഏറ്റവും ചീപ്പസ്റ്റ് ആണ്, പ്ലൈവുഡിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ 2-3 വർഷത്തേക്ക് മതിയെങ്കിൽ നമുക്ക് ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ സാധനത്തിന് പോകരുത്. കാരണം ഇതിന് സ്ട്രെങ്ത് ഇല്ല, ഡ്യൂറബിലിറ്റി ഇല്ല, വെള്ളം തൊട്ട് അപ്പം തന്നെ പോകും. ഒരു രീതിയിലും കിച്ചണിൽ കയറ്റാൻ കൊള്ളാത്തൊരു സാധനമാണ് പാർട്ടിക്കിൾ ബോർഡ്. ഞാൻ പറഞ്ഞാൽ 1-2 വർഷത്തേക്ക് മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ WPC, ഗോ ഫോർ WPC, അല്ലെങ്കിൽ പ്ലൈവുഡ്. ഇത് 2 മാത്രമായിരിക്കണം നമുക്ക് കിച്ചണിൽ അധികവും കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ മാർബിൾ അല്ലെങ്കിൽ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് കുറച്ച് എക്സ്പെൻസീവാണ്, അല്ലെങ്കിൽ അതിലേക്കും പോവാം. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം കിച്ചൺ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, കിച്ചൺ ക്യാബിനറ്റ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ പറ്റി ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയൊരു വീഡിയോയിൽ പുതിയ സബ്ജക്റ്റായിട്ട് വരുന്നതായിരിക്കും. Till then, goodbye. Please subscribe, share and like my channel. Thank you very much.